നമസ്കാരം, ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനത്തിനിരയായ കഴകക്കാരൻ തിരുവനന്തപുരം ആര്യനാട് സ്വദേശി BA ബാലു രാജിവെച്ചു. വ്യക്തിപരമായ കാരണത്താലാണ് രാജിയെന്ന് കത്തിൽ സൂചന. വടക്കൻ പറവൂരിൽ 2.5 വയസ്സുകാരി കളിക്കുന്നതിനിടെ വെള്ളത്തിൽ വീണ് മരിച്ചു. ജോഷി ജാസ്മിൻ ദമ്പതികളുടെ മകൾ ജൂഹിയാണ് മരിച്ചത്. കുന്നംകുളത്ത് മാളിൽ അഗ്നിബാധ. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിൽ പ്രവർത്തിക്കുന്ന മാട്രിമോണി എന്ന സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനത്തിനിരയായ കഴകക്കാരൻ തിരുവനന്തപുരം ആര്യനാട് സ്വദേശി BA ബാലു രാജിവെച്ചു. ഇന്നലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസിലെത്തി അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് കൈമാറുകയായിരുന്നു. വ്യക്തിപരമായ കാരണത്താലാണ് രാജിയെന്നാണ് കത്തിൽ സൂചിപ്പിക്കുന്നത്. ജാതി വിവേചനത്തിനിരയായ കഴകക്കാരൻ തിരുവനന്തപുരം ആര്യനാട് സ്വദേശി BA ബാലു രാജിവെച്ചു. ജാതി വിവേചന വിവാദത്തെ തുടർന്ന് അവധിയിലായിരുന്ന ബാലു തിരികെ ജോലിയിൽ പ്രവേശിച്ചിരുന്നില്ല. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമനത്തെ തുടർന്ന് ഫെബ്രുവരി 24-നാണ് ബാലു കഴകക്കാരനായി ഇരിങ്ങാലക്കുടയിലെത്തിയത്. ഈഴവ സമുദായക്കാരനായ ബാലുവിന്റെ നിയമനത്തെ എതിർത്ത് തന്ത്രിമാർ രംഗത്ത് വരികയായിരുന്നു. വാര്യർ സമുദായ അംഗമാണ് ക്ഷേത്രത്തിൽ കഴക ജോലി ചെയ്തിരുന്നത്. ഇതിനു പകരം ഈഴവ വിഭാഗത്തിൽപ്പെട്ട ബാലുവിനെ നിയമിച്ചതിൽ തന്ത്രിമാർ കടുത്ത പ്രതിഷേധം അറിയിച്ചു. തന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് ബാലുവിനെ ദേവസ്വം ഭരണസമിതി ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് ഇത് വിവാദമായതോടെ കൂടൽമാണിക്യം ഭരണസമിതി തന്നെ ബാലുവിനെ കഴകക്കാരനായി നിയമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. വടക്കൻ പറവൂരിൽ 2.5 വയസ്സുകാരി കളിക്കുന്നതിനിടെ വെള്ളത്തിൽ വീണ് മരിച്ചു. ജോഷി ജാസ്മിൻ ദമ്പതികളുടെ മകൾ ജൂഹിയാണ് മരിച്ചത്. വീടിനോട് ചേർന്നുള്ള തോടിന്റെ സ്ലാബ് ഇടാത്ത ഭാഗത്തിലൂടെ കുട്ടി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വടക്കേക്കര പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. തൃശൂർ കുന്നംകുളത്ത് മാളിൽ അഗ്നിബാധ. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിൽ പ്രവർത്തിക്കുന്ന മാട്രിമോണി സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. രാവിലെ 8 മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് 1 മണിക്കൂറോളം സമയമെടുത്താണ് തീ അണച്ചത്. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എറണാകുളം ജില്ലയിലെ കാലടിയിൽ പച്ചക്കറി വ്യാപാര സ്ഥാപനത്തിലെ മാനേജരെ കുത്തിപ്പരിക്കേൽപ്പിച്ച് പണം കവർന്ന കേസിൽ പെരിഞ്ഞനം സ്വദേശി അറസ്റ്റിൽ. പെരിഞ്ഞനം അമ്പാട്ട് വീട്ടിൽ 49 വയസ്സുള്ള ഗിരീഷിനെയാണ് കാലടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാലടി സ്വദേശി തങ്കച്ചനാണ് ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ ഡിസംബർ 27-ന് കാലടിയിലായിരുന്നു സംഭവം. ഈ കേസിൽ 12 പ്രതികളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം ഗിരീഷ് ഒളിവിലായിരുന്നു. ശ്രീനാരായണപുരം ആലയിൽ നിന്നുമാണ് അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത്. കൊലപാതകം ഉൾപ്പെടെ 12ഓളം കേസുകളിലെ പ്രതിയാണ് ഗിരീഷ്. പെരുമ്പാവൂർ ASP ശക്തി സിംഗ് ആര്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ അനിൽകുമാർ T മേപ്പിള്ളി, SI-മാരായ ജോസി M ജോൺസൺ, റെജിമോൻ, SCPO-മാരായ മനോജ് കുമാർ, ഷിജോ പോൾ, രാഹുൽ, CPO എൽദോ പോൾ എന്നിവരും ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഡെലിവറി ബോയ് മരിച്ചു. എറിയാട് തെക്കിനകത്ത് പരേതനായ അബ്ദുൾ സലാമിന്റെ മകൻ ഷാഹിർ സമാനാണ് മരിച്ചത്. ജോലിക്കിടയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണമടഞ്ഞത്. KSRTC ജീവനക്കാർക്ക് ആശ്വാസമായി 1-ാം തീയതി ശമ്പളം എത്തി തുടങ്ങി. മാർച്ച് മാസത്തിലെ ശമ്പളം ഒറ്റത്തവണയായിട്ടാണ് വിതരണം ചെയ്തത്. ഇന്ന് തന്നെ ശമ്പള ഇനത്തിൽ 80 കോടി രൂപ വിതരണം ചെയ്തെന്ന് KSRTC അറിയിച്ചു. ഓവർ ഡ്രാഫ്റ്റ് എടുത്തായിരുന്നു ശമ്പള വിതരണം. സർക്കാർ സഹായം കിട്ടുന്നതോടെ ഇതിൽ 50 കോടി തിരിച്ചടയ്ക്കുമെന്ന് KSRTC അറിയിച്ചു. 2020 ഡിസംബറിലാണ് KSRTCയിൽ ഇതിനു മുമ്പ് 1-ാം തീയതി മുഴുവൻ ശമ്പളവും കൊടുത്തത്. ശമ്പളം മുടങ്ങുന്നതും ഗഡുക്കളായി നൽകുന്നതും ഇനി പഴങ്കഥയാവുമെന്ന് കഴിഞ്ഞ മാസമാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ജീവനക്കാർക്ക് വാക്ക് നൽകിയത്. 10.8% പലിശയിൽ SBIയിൽ നിന്ന് എല്ലാ മാസവും 100 കോടിയുടെ ഓവർ ഡ്രാഫ്റ്റ് ഒരുക്കിയാണ് സ്ഥിരം സംവിധാനം ഒരുക്കുന്നത്. സർക്കാർ നിലവിൽ നൽകുന്ന 50 കോടിയുടെ പ്രതിമാസ സഹായം തുടർന്നും നൽകും.
ഇത് ഓവർ ഡ്രാഫ്റ്റിലേക്ക് അടയ്ക്കും. ചെലവ് ചുരുക്കിയും വരുമാനം കൂട്ടിയും ബാക്കി തുക എല്ലാ മാസവും 20-നുള്ളിൽ അടച്ചു തീർക്കാനാണ് പദ്ധതി. മുമ്പും ഓവർ ഡ്രാഫ്റ്റ് പരീക്ഷണം KSRTC നടത്തിയിട്ടുണ്ടെങ്കിലും വിജയിച്ചിരുന്നില്ല. മെച്ചപ്പെട്ട ധനകാര്യ മാനേജ്മെന്റിലൂടെ ഇത്തവണ പദ്ധതി നടത്താമെന്നാണ് വകുപ്പിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനത്തിനിരയായ കഴകക്കാരൻ തിരുവനന്തപുരം ആര്യനാട് സ്വദേശി BA ബാലു രാജിവെച്ചു. വ്യക്തിപരമായ കാരണത്താലാണ് രാജിയെന്ന് കത്തിൽ സൂചന. വടക്കൻ പറവൂരിൽ 2.5 വയസ്സുകാരി കളിക്കുന്നതിനിടെ വെള്ളത്തിൽ വീണ് മരിച്ചു. ജോഷി ജാസ്മിൻ ദമ്പതികളുടെ മകൾ ജൂഹിയാണ് മരിച്ചത്. കുന്നംകുളത്ത് മാളിൽ അഗ്നിബാധ. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിൽ പ്രവർത്തിക്കുന്ന മാട്രിമോണി എന്ന സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.